ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ കാലഞ്ചേരി മാർ അത്തേനേഷ്യസ് യോഹന്നാൻ മെത്രാപ്പോലീത്തയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഞായറാഴ്ച പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അമേരിക്കയിൽ നിന്നും കൊച്ചിയിൽ എത്തിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൈദികർ ചേർന്നാണ് ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയത്. തുടർന്ന് വിലാപയാത്രയായാണ് തിരുവല്ല സഭാ ആസ്ഥാനത്ത് എത്തിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകും. രാവിലെ 9-ന് കബറടക്കത്തിന്റെ 7ാമത് ശുശ്രൂഷ ആരംഭിക്കും. പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഭൗതിക ശരീരം ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ നിന്നും ക്യാമ്പസിലൂടെ വിലാപയാത്രയായി സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ചിൽ എത്തിച്ചു. തുടർന്ന് 11-ന് 8ാമത്തെയും അവസാനത്തേതുമായ ചടങ്ങുകൾ തുടങ്ങി. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷയ്ക്ക് ശേഷം 12:30-ക്ക് കബറടക്കും. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അഡ്മിനിസ്ട്രേറ്റർ സാമുവൽ മാർ തിയോഫിലോസ് എപ്പിസ്കോപ്പ കബറടക്ക ശുശ്രൂഷയുടെ മുഖ്യ കാർമ്മികനായിരിക്കും. ബിലീവേഴ്സ് സഭയിലെ കേരള ഡയോസിസ് സഹായ മെത്രാൻ മാത്യൂസ് മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ, അമേരിക്കൻ ഭദ്രാസനാധിപൻ ദാനിയൽ മാർ തിമോദെയോസ് എപ്പിസ്കോപ്പ, ജോൺ മോർ ഐറേനിയസ് എപ്പിസ്കോപ്പ, ബിലീവേഴ്സ് സഭയിലെ മറ്റു തിരുമേനിമാർ, മാർത്തോമാസ് സഭയിലെ ജോസഫ് മാർ ബെർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത, തോഴിയൂർ സഭയിലെ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത എന്നിവർ സഹകാർമ്മികരാകും. മദ്ബഹയോട് ചേർന്ന് ഒരുക്കിയിട്ടുള്ള പ്രത്യേക കബറിൽ മാർപ്പാപ്പമാരുടെ കബറടക്കം പോലെ കിടത്തിയാണ് സംസ്കരിക്കുന്നത്. 19-ന് രാത്രി 9 മണിയോടെ മെത്രാപ്പൊലീത്തയുടെ അരമനയിലെത്തിച്ച ഭൗതികദേഹത്തിൽ 2000-ഓളം വൈദികർ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്നലെ രാവിലെ 9-ന് ഭൗതിക ശരീരം ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചു. ഇന്ന് രാവിലെ 9 മണി വരെ പൊതുദർശനം തുടരും. കനത്ത മഴ വകവയ്ക്കാതെ ആയിരങ്ങളാണ് മെത്രാപ്പൊലീത്തയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്.